ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഈ വീഡിയോ ഇടുന്നതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പം എത്ര പേര് കാണുമെന്ന് എനിക്ക് അറിഞ്ഞൂടെ. എൻ്റെ വീഡിയോ വളരെ കുറച്ച് പേരാണ് കാണുന്നത്. പക്ഷേ ഈ ഒരു വീഡിയോ ഇന്ന് ഇടണം എന്നുള്ളത് എനിക്കൊരു തോന്നി. കുറച്ച് പേര് കണ്ടാലും മതി, 10-20 പേര് കണ്ടാലും മതി. അത് കാര്യമായിരിക്കണം. ആ 20 പേര് കാണുമ്പോൾ അവർക്കെങ്കിലും ഇത് ഉപകാരപ്പെടണം. അതിനുവേണ്ടി ആരും ഷെയർ ചെയ്യണമെന്നൊന്നും ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ ഷെയർ ചെയ്യപ്പെടേണ്ടതാണെന്ന് തോന്നിയാൽ മാത്രം നിങ്ങൾ ഷെയർ ചെയ്താൽ മതി. അപ്പം ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ കേരളത്തിൽ കണ്ടുവരുന്നത്, ഇപ്പോൾ 3 പേരെ ഒരു വീട്ടിൽ കയറി ഒരുത്തൻ ആക്രമിച്ചു. 3 പേരെ കൊന്നു വീടിനകത്ത്. 4ാമത് ഒരാൾ അതീവ ഗുരുതര പരിക്കുകളോടുകൂടി ആശുപത്രിയിൽ കിടക്കുകയാണ്. നമുക്ക് ഇതിനെയൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം പെട്ടെന്ന് ഒരുത്തൻ വയലൻ്റായ ഒരു വട്ടനെ പോലെ ഒരുത്തൻ വീട്ടിൽ വന്ന് കയറി ഇതുപോലുള്ള അക്രമങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ നമ്മളെ കുടുംബവും നമ്മളുടെ ഇതുവരെ കാത്തു സൂക്ഷിച്ചിരുന്ന നമ്മുടെ എല്ലാ അഭിമാനവും കുടുംബവും നമ്മളെ വേണ്ടപ്പെട്ടവരും എല്ലാവരും നമുക്ക് നഷ്ടപ്പെടും. അപ്പോൾ ഇപ്പോൾ എന്താ, ഒരു അമ്മ, ക്യാൻസർ രോഗിയായിട്ടുള്ളൊരു അമ്മ, അതിൻ്റെ ചികിത്സയിൽ കഴിഞ്ഞുകൊണ്ടിരുന്ന ഒരു അമ്മയെ മകൻ വെട്ടിക്കൊന്നു. ഇതൊക്കെ വാർത്തകളാണ് നമ്മളിപ്പം കേൾക്കുന്നത്. പണ്ടത്തെ പോലത്തെ കാലമല്ല ഇത്. അപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. നമുക്ക് ഇന്ത്യൻ ശിക്ഷാ നിയമം IPC 100 പ്രകാരം നമ്മുടെ വീട്ടിൽ അതിക്രമിച്ച് കയറി നമ്മളെ ജീവന് ഭീഷണിപ്പെടുത്തുക അല്ലെങ്കിൽ നമ്മുടെ ജീവൻ പോകുമെന്നുള്ള അവസരത്തിൽ നമുക്ക് സെൽഫ് ഡിഫെൻസ് എടുക്കുവാനുള്ള എല്ലാ അവകാശവും IPC 100 പ്രകാരം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് തന്നിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് സെൽഫ് ഡിഫെൻസിന് വേണ്ടി നമ്മൾ ഒരാളെ കൊല്ലേണ്ടി വന്നാൽ പോലും, നമ്മുടെ ജീവന് അപകടമുണ്ടാകുന്ന സാഹചര്യത്തിൽ നമുക്ക് ഒരാളെ കൊല്ലേണ്ടി വന്നാലും അതൊരു തെറ്റല്ല. ഇറ്റ് ഈസ് നോട്ട് ആൻ ഒഫൻസ് എന്നാണ് പറയുന്നത്. അപ്പം അത് നമുക്ക് ചെയ്യാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും. നമുക്ക് പെട്ടെന്ന് ചിലപ്പോൾ ചെയ്യാൻ പറ്റണമെന്നില്ല. ഈ ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് ഒരുത്തം വന്ന് വീട്ടിൽ കയറുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു അക്രമ സ്വഭാവം നമ്മളിൽ കാണില്ല. പക്ഷേ നമുക്ക് സെൽഫ് ഡിഫെൻസ് എപ്പോഴും വേണം. കാരണം ഒരാൾ നമ്മളെ വീട്ടിൽ കയറി വന്ന് നമ്മളെ കൊല്ലും, നമ്മൾ ആരെങ്കിലും ഉപദ്രവിക്കാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നി, അല്ലെങ്കിൽ ഒരു കാര്യമില്ലാതെ പറഞ്ഞ് നമ്മൾ തിരിച്ചാക്രമിക്കണം. അല്ലെങ്കിൽ നമ്മുടെ കുടുംബം ശിഥിലമായിട്ട് മാറും. കാരണം നമുക്ക് നമ്മളെ വീട്ടിൽ കയറി വന്ന് ഒരുത്തൻ നമ്മളെ കൊല്ലാൻ നോക്കുകയാണെങ്കിൽ, ഇതേപോലെ അമ്മയും ഭാര്യയും നമ്മുടെ പിള്ളേരെ മുമ്പ് വെച്ച് ഇവനൊക്കെ കാണിച്ച് ഇവനൊക്കെ മെൻ്റലാണെന്ന് പറഞ്ഞ് സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഇവന്മാരെ ഒന്നും ചെയ്യാൻ പറ്റില്ല നിയമത്തിന്. മെൻ്റൽ സർട്ടിഫിക്കറ്റ്, ഒരു തലയ്ക്ക് സുഖമില്ലാത്ത ഒരുത്തനാണെന്ന് പറഞ്ഞിട്ടുള്ള സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇവൻ എന്ത് വേണോ ചെയ്യാന്നുള്ളൊരു ധിക്കാരമായിപ്പോയി അവന്. അതുപോലെ പോലീസുകാർ ഇവനെ അങ്ങനെ വിട്ടിട്ടുണ്ട്. പല കേസുകളിലും ഇതുപോലെ സർട്ടിഫിക്കറ്റ് കാണിച്ച് നിയമത്തിൻ്റെ കുരുക്കിൽ നിന്ന് രക്ഷപ്പെട്ട് വിട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു ധൈര്യത്തിലാണ് അവൻ ഈ ഒരു ഇത് കാണിച്ചത്. അപ്പം ഇനിയും ഈ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ അവനെ കോടതി പോലും അവനെ വല്ല ചികിത്സയ്ക്ക് റെഫർ ചെയ്യുന്നുള്ളതല്ലാതെ അവനെ ശിക്ഷയ്ക്കൊന്നും വിടില്ല. നമുക്കിങ്ങനെ നമ്മുടെ വീട്ടിൽ കയറി ഒരുത്തം വന്നു കഴിഞ്ഞാൽ നമുക്ക് അവരെ കൊല്ലാനുള്ള എല്ലാ അധികാരവും ഉണ്ട് എന്നാണ് എൻ്റെ ഒരു പരിമിതമായ അറിവ്. ഞാൻ കുറച്ചൊക്കെ നോക്കി റെഫർ ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായത് അങ്ങനെയാണ്. അപ്പം നമ്മുടെ വീട്ടിൽ കയറി ഒരുത്തൻ നമ്മളെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല, നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. ആ സമയത്ത് നമ്മൾ മനോധൈര്യം എടുക്കണം. മനോധൈര്യം എടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണോ, കാരണം നമ്മളെ കൊല്ലാൻ നിൽക്കുകയാണേ, ഇനി നമുക്ക് നിയമത്തിൻ്റെ കുരുക്കിന് നമ്മൾ നോക്കി പേടിക്കേണ്ട ആവശ്യമില്ല. നിയമം നമുക്ക് അതിനുള്ള അവകാശം തന്നിട്ടുണ്ട്. അപ്പം IPC സെക്ഷൻ 100 പ്രകാരം സെൽഫ് ഡിഫെൻസിന് വേണ്ടി നമുക്കൊരാളെ കൊല്ലേണ്ടി വന്നാൽ പോലും അതിന് നമ്മുടെ കൂടെ നിയമം നിൽക്കും എന്നാണ് IPC 100 പറയുന്നത്. അത് നമ്മളിപ്പോൾ ഒരാൾ കത്തിയെടുത്ത് കുത്താൻ വരുമ്പോഴത്തേക്കും നമ്മൾ അവനെ തോക്കെടുത്ത്, അല്ലെങ്കിൽ ഒരാൾ കമ്പെടുത്ത് നമ്മൾ അടിക്കാൻ വരുമ്പോഴത്തേക്കും നമ്മൾ തോക്കെടുത്ത് വെടിവെച്ച് കൊന്ന ഈ നിയമം നമ്മളിവിടെ കാണൂല. പക്ഷേ ഒരുത്തൻ നമ്മളെ കത്തിയെടുത്ത് കുത്താൻ വേണ്ടി വരുമ്പോൾ നമ്മൾ ആ കത്തി പിടിച്ച് വാങ്ങിച്ച്, അല്ലെങ്കിൽ നമ്മളെ കയ്യിലുള്ള ആയുധം കൊണ്ട് നമ്മൾ അവനെ കൊന്നു കഴിഞ്ഞാൽ അത് നമുക്ക് ജയിക്കാൻ പറ്റും. കാരണം അത് നല്ലൊരു വക്കീലുണ്ടെങ്കിൽ പറയാം, നമ്മുടെ വീട്ടിലാണ് അതിക്രമിച്ച് കയറിയിരിക്കുന്നത്, അവന് നമ്മുടെ വീട്ടിൽ കയറേണ്ട ഒരു അവകാശമില്ല. നമ്മുടെ പ്രോപ്പർട്ടിയാണത്. നമ്മുടെ പ്രോപ്പർട്ടിയിൽ അതിക്രമിച്ച് കയറി നമ്മളെ വധിക്കാൻ ശ്രമിച്ച ഒരുത്തനെ കൊന്നെന്ന് പറഞ്ഞ് നിയമം നമ്മളെ കൂടെ നിൽക്കുകയുള്ളൂ. അത് ഒരിക്കലും അവൻ്റെ കൂടെ നിൽക്കില്ല എന്നുള്ള ഒരു കാര്യം നിങ്ങൾ ഓർമ്മിച്ച് വെച്ചോണം. ഈ ഒരു കാര്യമാണ് അടിവരയിട്ട് ഓർമ്മിക്കേണ്ടത്. അതുകൊണ്ട് നമ്മളെ കുടുംബത്തിൽ കയറി ഒരുത്തൻ ആക്രമിച്ച, അല്ലെങ്കിൽ ഒരു കൂട്ടം പേര് ആക്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾ നോക്കിക്കൊണ്ട് നിൽക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ മനോനില തെറ്റിയവന്മാർ എന്ത് വേണോ ചെയ്യാൻ ഒരു കൂസലില്ലാത്തവന്മാരെ നമ്മളും അതുപോലത്തെ രീതിയിൽ തന്നെ കണ്ടില്ലെങ്കിൽ അത് നമുക്ക് ചിലപ്പം എന്തായാലും അവൻ 2-3 പേരെ കൊന്നില്ലേ. അപ്പോൾ ചിലപ്പം ഒരുത്തൻ അതിനെതിർത്ത് ഇവൻ്റെ ആ ഒരു മനോനിലയിൽ തന്നെ അങ്ങ് നമ്മൾ ചെയ്യേണ്ടി വരും. അല്ലാതെ ചെയ്തില്ലെങ്കിൽ ഇതുപോലെ നമ്മൾ ഇത് വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ സങ്കടമാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് സെൽഫ് ഡിഫെൻസിന് വേണ്ടി
ഒരാളെ കൊല്ലാനുള്ള എല്ലാ റൈറ്റ്സും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം, നമ്മുടെ ഇന്ത്യൻ പീനൽ കോഡ് IPC 100 പ്രകാരം നമുക്ക് തന്നിട്ടുണ്ട്. ഇത് നിങ്ങളെല്ലാവരും മനസ്സിലാക്കി വെക്കുക. ഓക്കെ, നന്ദി, നമസ്കാരം.